കാറ്റാടി AKG മന്ദിര ഉദ്ഘാടന പരിപാടികൾ സമാപിച്ചു. സമാപന പരിപാടിയുടെ ഭാഗമായി സമൂഹ സദ്യ ഒരുക്കി. AK നായനാർ 1996 ഉദ്ഘാടനം ചെയ്ത കാറ്റാടി AKG മന്ദിരം സ്ഥലപരിമിതി മൂലം പ്രവർത്തനത്തിന് പ്രയാസപ്പെട്ടിരുന്നു. CPIM കാറ്റാടി 1-2 ബ്രാഞ്ചുകൾക്കും ജനശക്തി കലാവേദിക്കും ഗ്രന്ഥാലയത്തിനും സൗകര്യപ്രദമായ ഓഫീസ് നിർമ്മിച്ച് മനോഹരമായ ഇരുനില മന്ദിരം ഉയർന്നുവന്ന് AKG മന്ദിരം എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ആദര സമ്മേളനവും വിവിധ ദിവസങ്ങളിലായി നടന്നു. സമാപന പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി സമൂഹ സദ്യ ഒരുക്കി. വിഭവസമൃദ്ധമായ സദ്യ ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് കാറ്റാടി AKG മന്ദിരത്തിലെത്തിയത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കാറ്റാടി കുമാരൻ, കൺവീനർ CH ബാബു, SK സുർജിത് കാറ്റാടി, സന്തോഷ് കാറ്റാടി, വിപിൻ കാറ്റാടി, സുഭാഷ് കാറ്റാടി, പൂമണി ശ്രീധരൻ, ശോഭന ദാമോദരൻ, രജനി കുഞ്ഞികൃഷ്ണൻ, K രതീഷ്, A സന്തോഷ്, T മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ മാസം 27-ാം തീയതി സഖാവ് EK നായനാർ ഉദ്ഘാടനം ചെയ്ത മുമ്പത്തെ AKG മന്ദിരം സ്ഥലപരിമിതി മൂലം പൊളിച്ചു കളയുകയും ആധുനികമായുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ ഓഫീസാണ് പണിതിട്ടുള്ളത്. കാറ്റാടി 1-2 ബ്രാഞ്ചുകൾക്കും ജനശക്തി കലാവേദിക്കും ഗ്രന്ഥാലയത്തിനു വേണ്ടി പണിത ഓഫീസ് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഡിസംബർ മാസം 15-ാം തീയതി 10,000ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതിനുശേഷം അലോഷിയുടെ ഗാനമേള 22-ാം തീയതി കാറ്റാടി പ്രദേശത്ത് ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരെയും പഴയകാല നേതാക്കളെയും രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിന് വിധേയമായവരെയും ജയിൽ വാസം അനുഭവിച്ചവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് P ജയരാജൻ പങ്കെടുത്തുകൊണ്ടുള്ള വേദിയിൽ വെച്ച് നടത്തപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.